ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മടിക്കേരി നേരെ ഞങ്ങൾ ഒരു ഈവനിങ് ആകുമ്പോൾക്ക് മൈസൂർക്ക് എത്തി. ഈവനിങ് ആകുമ്പോഴേക്കല്ല, നൈറ്റ് ടൈം ഒരു 8-8:30 മണിയായിന്. അപ്പോഴത്തേക്ക് മൈസൂർ പാലസ് അടിച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ അവിടെ സ്റ്റേ ആക്കിയിട്ട് രാവിലെ റെഡി ആയിച്ച് എല്ലാവരും കൂടിയിട്ട് മൈസൂർ പാലസിലെത്തി. പിന്നെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ. അവിടെ പണ്ടത്തെ കുറേ വിഗ്രഹങ്ങളും പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോസ് അങ്ങനെ ഫസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ കുംഭനാനൻ്റെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അല്ല, എൻ്റെ ഒരു ശില്പി. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഇതാണ് മൈസൂർ പാലസിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. നല്ലുണ്ട് കാണാൻ, നല്ലൊരു ആംബിയൻസ്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഫുള്ളായിട്ട് നടന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമല്ല, അങ്ങനെ ആ ലീവിൻ്റെ ഫുള്ള് തിരക്കുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ കുറേ ആൾക്കാരുടെ ഫോട്ടോസ്, പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായ സാധനങ്ങൾ, പാട്ടുപെട്ടി, കണ്ണാടി, അങ്ങനത്തെ കുറേ ഐറ്റംസ് അതെല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് കുറേ സമയം ബാക്കി. അതെല്ലാം നോക്കിയിട്ട് പിന്നെ മുകളിലും കുറേ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ മോള് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പാതിന് സ്കിപ്പ് അടിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ പണ്ടത്തെ രാജാക്കന്മാരെ കസാല, ചെയർ അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് പിന്നെ മോള് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. അങ്ങനെ ഉമ്മാൻ്റെ കൂടെ നടക്കുന്നു വേറെ സ്ഥലത്തേക്ക്. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമെല്ലാം തിന്നിട്ട് പിന്നെ പിള്ളേർക്ക് നോക്കാൻ വേണ്ടിയിട്ട് സൂവിലേക്ക് പോയി. അവിടെ പോയിച്ചാൽ ഫുള്ള് കാണാത്ത കുറേ മൃഗങ്ങളും വെറൈറ്റി ഫുള്ള് നോക്കേണ്ടത് തന്നെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അതിനെ നോക്കാൻ പോയി. ഒരു ഉള്ളിലേക്ക് കയറിയെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ എൻ്റെ മോളോടിയും നടക്കാൻ സമ്മതിച്ചിട്ട് ഫുള്ളായിട്ട് നോക്കാം. സിംഹമുണ്ട്, കരടിയുണ്ട്, പിന്നെ കുറേ പല മൃഗങ്ങളുണ്ട്. ഇപ്പം കരയുന്നത് എൻ്റെ കസിൻ്റെ മോളെ കൈക്ക് ബാഗിൻ്റെ എന്തോ സൈഡ് കൊണ്ടുവച്ചിട്ട് ചെല്ലുന്നു, ബാഗിനെ കത്തിക്ക് വേണ്ട. അപ്പം അങ്ങനെ കുറേ സമയം അതിനെ നോക്കിയിരുന്നു. പിന്നെ ഇത് ജൂൻ്റെ എൻട്രി. ഫസ്റ്റ് പക്ഷികളെല്ലാം ഇങ്ങനെ കൂട്ടിലാക്കിയിട്ട് അങ്ങനെ നടന്നിട്ടാകുമ്പോൾ കുറേ കാണാനുണ്ട്. അപ്പം അതിനെല്ലാം കാഴ്ചകളാണ്. എല്ലാവരും ഒന്നിച്ചിട്ടും വേറെ ആയിട്ടെല്ലാം പോയിട്ട് കണ്ട്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ മലകൾ നിലക്കാതെ, ചിറപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്തി. അപ്പോൾ അതായത് എൻ്റെ കുഞ്ഞിച്ചെത്തുന്നില്ല. പക്ഷിനെ കണ്ടിട്ട് കുറേ കഥ പറയുന്നു കേട്ടോ. എന്ത് വന്നത്? തോക്കിത്തി തങ്ക് അമ്മ കടിക്കും.